ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലെത്തി ഒരു തിരക്കഥാകൃത്താവാനുള്ള അവസരം ലഭിച്ച ഒരാൾ. എന്നാൽ താൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് സംഭവിച്ച ഒരു ദുരന്തം കാരണം അദ്ദേഹത്തിൻ്റെ തിരക്കഥാകൃത്താവുക എന്നുള്ള സ്വപ്നം അന്ന് നടന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു സംവിധായകനായി, അറിയപ്പെടുന്ന ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകനായി എന്ന് തന്നെ പറയാം. ആ ഒരു വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ജയറാം രാജസേനൻ കൂട്ടുകെട്ടിലെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80% മിനിമം ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു ഹിറ്റ് സിനിമകൾ തന്നെയായിരുന്നു. അക്കൂട്ടത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ അല്ലെങ്കിൽ തിയേറ്ററിൽ അത്ര വിജയമാവാതെ പോയ ഒരു സിനിമയാണ് ദി കാർ. 97 ആ സിനിമ റിലീസാവുന്നത്. ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം, ഒരു കാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോമഡി അങ്ങനെയൊക്കെ പോകുന്ന ഒരു സാധനമാണ്. ജയറാമും ജനാർദ്ദനും ഒക്കെയാണ്, അവർ രണ്ടുപേരുടെയും ഒരു കോംബോയാണ്. ത്രൂ ഔട്ട് അവർ രണ്ടുപേരും തന്നെയാണ് ആ സിനിമയിൽ. ആ ഒരു സിനിമയുടെ നിർമ്മാതാവ് അജിത്ത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ആ ഒരു സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് അതിൻ്റെ ചില പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് മദ്രാസിൽ നിന്ന് കാറിൽ വരുന്ന വഴിക്ക് അതിൻ്റെ നിർമ്മാതാവായ അജിത്തും പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആ സിനിമയുടെ സഹസംവിധായകൻ, അതുപോലെ തന്നെ മറ്റൊരു അസിസ്റ്റന്റ് ഡയറക്ടർ, അതായത് മെയിൻ അസോസിയേറ്റും പിന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും പ്രൊഡ്യൂസർ, ഇവർ 3 പേരായിരുന്നു ആ കാറിലുണ്ടായിരുന്നത്. പക്ഷെ വരുന്ന വഴിക്ക്, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വരുന്ന വഴിക്ക് തമിഴ്നാട്ടിൽ വെച്ച് തന്നെ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നതും ഇവർ 3 പേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇവർ 2 പേര് അതിൽ മരണപ്പെട്ടു. ഒന്ന് നിർമ്മാതാവ് അജിത്തും മറ്റേതൊന്ന് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറുമായിരുന്നു. സന്തോഷ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മറ്റേ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് അത്യാവശ്യം ഒരു കാര്യമായിട്ടുള്ള പരിക്കുകൾ പറ്റി, പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവൻ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. അപ്പോൾ ഈ ഒരു ദുരന്തം ആ ഒരു സിനിമയ്ക്കും സിനിമേനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം സിനിമ റിലീസിന് മുമ്പാണ് പ്രൊഡ്യൂസർ മരിക്കുന്നതും, പിന്നെ അപ്പോൾ സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് എന്തോ ആ ഒരു സിനിമയ്ക്ക് സിനിമ നല്ല സിനിമയായിരുന്നു, നമ്മളിപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ചിരിക്കുന്ന സിനിമയാണ്. പക്ഷേ ആ സിനിമയ്ക്ക് സംഭവിച്ചത് ഈ എന്തോ ഒരു ശാപം കിട്ടിയ ഒരു സിനിമ എന്നൊക്കെ പറയാം. അപ്പോൾ അന്ന് ആ ഒരു സിനിമയിൽ രാജസേനൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് സംവിധായകനായി മാറിയ ഷാഫി ആദിത്യ കൺമണി എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത്. ഷാഫിയുടെ ചേട്ടൻ റാഫി, അതുപോലെ തന്നെ റാഫിയുടെ സുഹൃത്ത് റാഫി മെക്കാട്ടിൻ അന്ന് ഹിറ്റ് റൈറ്റേഴ്സ് ആണ്. അവർ ഡയറക്ടേഴ്സ് ആയിട്ടില്ല. അപ്പോൾ അവർ രാജസേനൻ്റെ കനിയും ബാവ, ചേട്ടൻ ബാവ, ഇനിയുള്ള ആദിത്യ കൺമണിയുടെയും സ്ക്രിപ്റ്റ് അവർ തന്നെയാണ്. അപ്പോൾ അവരൊരു ഹിറ്റ് റൈറ്റേഴ്സ് നിൽക്കുന്ന സമയത്താണ് അനിയനായ ഷാഫിനെ രാജസേനനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്നു. അപ്പോൾ അന്ന് ഒരു ദിക്കാറിൻ്റെ സമയം എത്തി. ഇപ്പോൾ ദിക്കാർ എന്ന് പറയുന്ന സിനിമയുടെ മെയിൻ അസോസിയേറ്റ് ആയിരുന്ന സന്തോഷ് ഇലമ്പൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അന്ന് ഒരു സിനിമ സ്വതന്ത്രനാവാൻ വേണ്ടി, അതായത് ഈ കാറിൻ്റെ തന്നെ പ്രൊഡ്യൂസർ അടുത്തൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് സന്തോഷ് ഡയറക്റ്റ് ചെയ്യുന്നു, അത് എഴുതുന്നത് ഷാഫി. അപ്പം ഇങ്ങനെയെല്ലാം ഒരു സെറ്റ് ചെയ്തു. അപ്പോൾ ഷാഫി തിരക്കഥാകൃത്തായിട്ട് സിനിമാ ലോകത്തോട്ട് സ്വതന്ത്രനാവാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് ഈ ഒരു ദുരന്തം സംഭവിക്കുന്നത്. ഈ 2 മരണം സംഭവിക്കുന്നത്. അന്ന് ജീവൻ തിരിച്ചു കിട്ടിയ അസിസ്റ്റന്റ് ഡയറക്ടർ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നു, അദ്ദേഹം പിന്നീട് അറിയപ്പെടുന്ന സീരിയൽ സംവിധായകനൊക്കെ മാറി. സുജിത് ശങ്കർ എന്നാണ് തോന്നുന്നു പേര്. അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന സംവിധായകനൊക്കെ ആയിട്ട് മാറി. പക്ഷേ ഈ പറയുന്ന സന്തോഷ് ഇലമ്പൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട്, സംവിധാന മോഹമൊക്കെ ആയിട്ട് സ്വതന്ത്രനാവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ഷാഫിക്ക് പിന്നെ തിരക്കഥാകൃത്താവാനൊന്നും പറ്റിയില്ല. പിന്നെയും ഷാഫി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് രാജസേനന്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത് പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് 2001 വൺ മാൻ ഷോ എന്ന് പറയുന്ന സിനിമയിലൂടെ ഷാഫി വരുന്നത്. ഒരു പക്ഷേ അന്ന് ആ ഒരു ദുരന്തം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഷാഫി ഒരു എഴുത്തുകാരനായിട്ടായിരുന്നു ചിലപ്പോൾ നമ്മളെ കാണുന്നത്. ഷാഫി എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്തിനെ ആയിരിക്കാം. അദ്ദേഹം പിന്നീട് സംവിധായകൻ ആയിട്ടുണ്ടാവാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഷാഫി ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമ ഡയറക്ട് ചെയ്ത സമയത്ത് അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരുതരം അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഇപ്പൊ വൺ മാൻ ഷോന്റെ സ്ക്രിപ്റ്റ് റാഫി മെക്കാട്ടിനാണ്. പിന്നീട് പുലിവാലി കല്യാണത്തിന് സിബി ഉദയനാണ്. ബെന്നി പി നായരമ്പലം സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട്, കല്യാണരാമനൊക്കെ. അങ്ങനെ കുറെ സിനിമകൾ എനിക്ക് തോന്നുന്നു ബെന്നി പി നായരമ്പലവും പിന്നെ ജെയിംസ് ആൽബർട്ട് പലവരും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കലവൂർ രവികുമാർ എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഷാഫി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ നമുക്കറിയാം ഷാഫിയും ഈ അടുത്ത് നമ്മളെ വിട്ടുപോയി. ഒരുപാട് ഹിറ്റുകളും നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച സംവിധായകനാണ്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിലും നമുക്ക് ഇനിയും ഒരുപാട് നല്ല കോമഡി സിനിമകൾ സംഭവിക്കുമായിരുന്നു. എന്തായാലും ഞാൻ ദി കാർ എന്ന് പറയുന്ന ഒരു സിനിമ ഈ അടുത്ത് അതിൻ്റെ കുറച്ച് സീൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു. കാരണം അന്ന് ആ ഒരു തിയേറ്ററിൽ വളരെ പ്രതീക്ഷയോടുകൂടി ഇറങ്ങിയതാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഈ നിർമ്മാതാവിൻ്റെ മരണമൊക്കെ ആയിട്ട് ആ ഒരു സിനിമയ്ക്ക് ഒരു കുഴപ്പം പിടിച്ച എന്തോ ഒരു സിനിമ എന്ന രീതിയിൽ തന്നെയായിരുന്നു അന്നും അതിന് ടോക്ക്. ആ സിനിമ അന്ന് പരാജയമായിരുന്നു. അപ്പോൾ എനിക്ക് ഷാഫി അതിൽ അസിസ്റ്റന്റ് ആയിരുന്നതും ഷാഫി പിന്നീട് തിരക്കഥാകൃത്താവാൻ വേണ്ടി അന്ന് മരണപ്പെട്ട പ്രൊഡ്യൂസറും അസോസിയേറ്റും ഒക്കെ തന്നെ ഷാഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനിരുന്നിരുന്ന കഥയൊക്കെ ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. അതെനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ തോന്നി. അപ്പോൾ ദിക്കാർ എന്ന് പറയുന്ന ഒരു സിനിമ
രാജസേനൻ ജയറാം സിനിമകൾ അധികം ചർച്ച ചെയ്യാത്തൊരു സിനിമയാണ്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെ കോമഡി സീനുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാം.